CPM പുറത്താക്കിയതായി അറിയിച്ചെന്ന് തിരുവനന്തപുരം ഉള്ളൂരിലെ വിമത സ്ഥാനാർത്ഥി കെ ശ്രീകണ്ഠൻ. ഉള്ളൂർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണ് പുറത്താക്കിയത്. മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് കൂടിയായിരുന്ന ശ്രീകണ്ഠൻ പറഞ്ഞു. സുനിൽ ഐസക് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സുനിൽ, എന്താണ് സംഭവം? കൂടുതൽ വിവരങ്ങൾ എന്താണ്? ജിന, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ ഡിവിഷനിൽ CPMന്റെ വിമത സ്ഥാനാർത്ഥിയായി കെ ശ്രീകണ്ഠൻ മത്സരരംഗത്തെത്തുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു CPMനെ സംബന്ധിച്ച് ഉണ്ടാക്കിയത്. സ്വാഭാവികമായും CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, ഒപ്പം ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികം ദേശാഭിമാനിയിൽ പ്രവർത്തിച്ച ആൾ, ദേശാഭിമാനിയുടെ അവരുടെ കമ്മിറ്റികളിൽ അംഗമായിരുന്ന ആൾ, ഒടുവിൽ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായി പ്രവർത്തിച്ച ആൾ, അങ്ങനെ ഒരാൾ, വളരെ മുതിർന്ന ഒരാൾ പാർട്ടിക്കെതിരെ പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നാണ് CPMനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറിയത്. അങ്ങനെ മത്സരിച്ചു എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനെ പോലെ CPMന്റെ വലിയ മുതിർന്ന നേതാവിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തന്നോട് മത്സരിക്കാൻ വി ശിവൻകുട്ടിയും കടകംപള്ളിയും ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അതിനുശേഷം ചില കളികൾ നടന്നിരുന്നു. ആ കളികളുടെ ഭാഗമായിട്ടാണ് താൻ പുറത്തുപോയത്. അതിന് പിന്നിൽ കടകംപള്ളിയാണെന്ന ഗുരുതരമായ ആരോപണം കൂടി ശ്രീകണ്ഠൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അവിടെ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നാലെയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ CPM ആലോചിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി CPMന്റെ അവിടെ ഉള്ളൂർ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള KB ശ്രീകുമാർ തന്നെ ഫോണിൽ വിളിച്ച് ശ്രീകണ്ഠനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന വിവരം അറിയിച്ചു എന്നാണ് ഈ ശ്രീകണ്ഠൻ അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത്. എന്നാൽ ശ്രീകണ്ഠനെ പുറത്താക്കിയിട്ടില്ല, അത് സംബന്ധിച്ച ഒരു കമ്മിറ്റിയും ഇതുവരെ ചേർന്നിട്ടില്ല, ആലോചനകളൊന്നും നടന്നിട്ടില്ലെന്നാണ് വഞ്ചൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് ഉള്ളൂർ വിടുന്നത്. CPMന്റെ വഞ്ചൂർ ഏരിയ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ 2 തവണ അദ്ദേഹവുമായി സംസാരിച്ചു ഏരിയ സെക്രട്ടറിയോട്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും കമ്മിറ്റി കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല, ഇതുവരെ ശ്രീകണ്ഠൻ നോമിനേഷൻ നൽകിയിട്ടില്ല. 2 ദിവസം കൂടി നോമിനേഷൻ നൽകാൻ ബാക്കിയുണ്ട്. അതുവരെ അനുനയ ചർച്ചകൾ തുടരും. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും കടുത്ത തീരുമാനത്തിലേക്ക് പാർട്ടി പോകൂ എന്നാണ്. എന്തായാലും ഇതിൽ ഈ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് സ്വാഭാവികമായും. എങ്കിൽ കൂടിയും ശ്രീകണ്ഠനെ വിശ്വാസത്തിലെടുത്താൽ അദ്ദേഹം തന്നെ പറയുന്നത് തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് രേഖാമൂലമല്ല, ഫോൺ മുഖാന്തരം തനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് താൻ അംഗീകരിക്കുന്നു. പാർട്ടിയിൽ നിന്നല്ല, എവിടെ നിന്ന് പുറത്താക്കിയാലും താൻ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കും. മാത്രമല്ല, ഉള്ളൂരിൽ താൻ ഇത്തവണ വിജയിക്കുമെന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് ഔദ്യോഗികമായി തന്നെ ശ്രീകണ്ഠനെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ജീന, സുനിൽ, ഏതായാലും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. പ്രചാരണ പരിപാടികളെ മുന്നോട്ട് പോകാനാണ് ശ്രീകണ്ഠന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ CPM കൂടുതൽ പ്രതിരോധത്തിലാകും. പുറത്താക്കുക എന്നല്ലാതെ മറ്റൊരു വഴി പിന്നെ CPMന് മുന്നിൽ ഉണ്ടാവുകയില്ല, അല്ലേ? സ്വാഭാവികമായി അത് തന്നെയാണ്. CPMനെ സംബന്ധിച്ച് നമുക്കറിയാം ജീന, അതായത് പാർട്ടിയുടെ സംഘടനാ ചുമതലയിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ, പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കുക, സംഘടനാ നടപടിയെടുക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ സംഘടനാ രീതി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കാനാണ് ശ്രീകണ്ഠന്റെ തീരുമാനമെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴും പാർട്ടി അങ്ങനെ ഒരു പുറത്താക്കൽ തീരുമാനമെടുത്തതായി ഔദ്യോഗികമായി അറിയിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഞ്ചൂർ ഏരിയ സെക്രട്ടറി പറഞ്ഞത് ഇപ്പോഴും അനുനയത്തിന്റെ പാത തുടരുകയാണ്, സംസാരങ്ങൾ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവസാന നിമിഷം അദ്ദേഹം ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം കൂടി ബാക്കിയുണ്ട്. അതുവരെ കാത്തിരിക്കാമെന്നൊരു തീരുമാനമാണ് വഞ്ചൂർ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. പക്ഷേ ശ്രീകണ്ഠൻ പറയുന്നു തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള അനൌദ്യോഗിക അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, ആ പാർട്ടി നടപടി അംഗീകരിക്കുന്നു, പക്ഷേ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്തായാലും ഉള്ളൂരിനെ സംബന്ധിച്ച് ശ്രീകണ്ഠന്റെ സ്ഥാനാർത്ഥിത്വം CPMന് വലിയ തലവേദന തന്നെയാണ്. മാത്രമല്ല, അവിടെ വലിയ തോതിൽ ഒട്ടുപിടിക്കാൻ ശേഷിയുള്ള സാമൂഹിക ബന്ധങ്ങൾ, സാമുദായിക ബന്ധങ്ങളൊക്കെയുള്ള ഒരു പാർട്ടി നേതാവാണ് ശ്രീകണ്ഠൻ. കഴിഞ്ഞ 10-25 വർഷക്കാലമായി പാർട്ടിയുടെ സംഘടനാ തലത്തിൽ സജീവമായി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് കൂടി രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട്, പൊതുവിടത്തിലെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ അനുകൂലമായി CPMന് അനുകൂലമായി ലഭിക്കേണ്ട വോട്ടുകൾ അവിടെ നിന്ന് ശ്രീകണ്ഠൻ മറിക്കുകയും അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി വിജയം ശ്രീകണ്ഠൻ ഉണ്ടാക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതല്ല, ആ വോട്ടുകൾ CPMനെതിരായി പോൾ ചെയ്ത് അവിടെ എതിർപക്ഷത്തിന് അത് ഗുണകരമാകുന്ന സാഹചര്യവും ഉണ്ടായാൽ കൂടി അത് CPMന് വലിയ തലവേദനയാകും. എന്തായാലും പക്ഷേ അനുനയം തുടരുന്നുവെന്ന് ഏരിയ സെക്രട്ടറി പറയുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു പക്ഷേ അദ്ദേഹം വഴങ്ങാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നടപടി എന്നത് തന്നെയാണ് CPMന്റെ മുന്നിലുള്ള